ഇന്ന് നീലൂട്ടനൊന്ന് ചെറുതായിട്ട് എന്നെ ഒന്ന് ടെൻഷൻ അടിപ്പിച്ചു കേട്ടോ. ഒന്ന് കാണാതായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അത് വഴിയേ ഞാൻ പറയാം കേട്ടോ. പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ബാഗ് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ്. ഞാൻ എവിടെ പോയാലും തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആകെ കൊണ്ടുപോകുന്ന ബാഗ് ഇതാട്ടോ. വേറെ ബാഗ് ഞാൻ എടുക്കാറില്ല. ഇതാകുമ്പം നമുക്ക് തോളിൽ ഇട്ടേക്കാമല്ലോ, വൺ സൈഡ് ഇടണ്ട, തോളിൽ അങ്ങ് കിടന്നോളും, പുറത്ത് കിടന്നോളും. അപ്പോൾ ഇതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എവിടെയോ പോയിട്ട് വന്നിട്ട് ഇത് കഴുകിയിട്ടില്ലായിരുന്നു, നല്ല അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ഉപ്പി വെക്കാനുള്ള ഒരു സൈഡിലെ വലയൊക്കെ അങ്ങ് കീറിപ്പോയായിരുന്നേ. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു പൂമ്പാറ്റ പറന്നു പോയത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ. ഞാൻ സമയത്തൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് കണ്ടത്. അപ്പോൾ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. തുണി കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. നല്ല വെയിൽ വരും 1 മണി കഴിയുമ്പോഴത്തേനും. തുണിയെല്ലാം കഴുകി കുതിർത്ത് വെച്ചിരുന്ന ബാഗും കഴുകി അങ്ങ് ഇട്ടു കേട്ടോ. നല്ല വെയിൽ 1 മണി കഴിയുമ്പോൾ വൈകിട്ട് വരെ നല്ല വെയിലാട്ടോ. അപ്പോൾ ചെരുപ്പും എല്ലാം അങ്ങ് കഴുകി വെച്ചു. വൈകിട്ടത്തേനും ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞ് കയറി വന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ സംഭവം നടന്നത്. നീലൂട്ടനെ ഒരിടത്തും നോക്കിയിട്ട് കാണുന്നില്ല. കട്ടിലിൻ്റെ അടിയിൽ നോക്കി, അവൻ്റെ റൂമിൽ വന്ന് കട്ടിലിൻ്റെ അടിയിലും കതകിൻ്റെ സൈഡിലും അടുക്കളയിലും. ഞാൻ ഫ്രണ്ടിലോട്ടുള്ള വാതിൽ കുറ്റിയിട്ടിട്ടാണ് ഞാൻ ബാക്കിൽ പോയി ഇരുന്നത്. വേറെ എങ്ങോട്ടും പോകാൻ, പുറത്തോട്ടൊന്നും പോകാനായിട്ട് വഴിയില്ല. അടുക്കളയിലെല്ലാം വന്ന് നോക്കി കേട്ടോ. ഞാൻ ഷെയ്ഡിൻ്റെ കീഴിലും എല്ലായിടത്തും വന്ന് നോക്കി. ഡൈനിങ് ടേബിളിൻ്റെ കീഴിൽ, ബാത്റൂമിലും എല്ലാം വന്ന് നോക്കി. പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലും വന്ന് കട്ടിലിൻ്റെ അടിയിലും നോക്കി, കബോർഡിനകത്ത് നോക്കി, എല്ലായിടത്തും നോക്കി. ആളെ കാണുന്നില്ല. എന്തോ ചെയ്യണമെന്നൊരു പിടിയില്ല കേട്ടോ. ഇവനാണെങ്കിൽ എന്നെ പറ്റിക്കാനായിട്ട് ഒളിച്ചിരിക്കുമായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഒരു കബോർഡിനകത്ത് ഇങ്ങനെ കിരികിരാന്നൊരു സൗണ്ട് കേൾക്കുന്നത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ദാണ്ടിരിക്കുന്ന നമ്മുടെ തേടി നടന്ന ആ ഒരു കുരുപ്പ്. ഈ കുരുപ്പ് ഇതിനകത്ത് കയറിയിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി ഇതിനകത്ത് കയറി ഇരിക്കുമായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. ഇതെവിടെ പോയി? എന്തായാലും പുറത്തൊന്നും പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ ഫ്രണ്ട് കതവ് മേളിൽ കുറ്റിയിട്ടിട്ടാണ് പോയത്. അവന് തുറന്നിറങ്ങാനായിട്ട് പറ്റത്തില്ല. ബാക്ക് സൈഡിൽ ഞാനും ഇരിപ്പുണ്ടായിരുന്നു. ബാക്ക് സൈഡിലാണെങ്കിൽ പുറത്തോട്ട് പോകാനായിട്ടുള്ള വഴിയൊന്നുമില്ല, മതിലാണ് അവിടെ. അപ്പം വീടിനകത്ത് എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര കളിയാണ് കേട്ടോ. ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് കത്രിക വെച്ചിട്ട് അത് ഒട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്യുക. പിന്നെ കത്രിക എടുക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് കേട്ടോ, സൂക്ഷിച്ച് തന്നെ എടുക്കുന്നത്. അപ്പം ഞാൻ കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ, ഒരു ജോഡി 3 പേരുടെയും ഓരോ ജോഡി വെച്ചേ കൊണ്ടുപോകുന്നുള്ളൂ. ഞങ്ങൾ പോകുന്നത് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, അതിന് പോകാൻ വേണ്ടിയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാവേ.